നടൻ വിനായകൻ പൊതുശല്യമാണെന്നും സർക്കാർ പിടിച്ചുകെട്ടി കൊണ്ടുപോയി ചികിത്സിക്കണമെന്നും എറണാകുളം ഡിസിസി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. യേശുദാസിനും അടൂർ ഗോപാലകൃഷ്ണനുമെതിരെയുള്ള വിനായകന്റെ അധിക്ഷേപത്തിൽ പൊതുസമൂഹത്തിൽ രൂക്ഷമായ വിമർശനം ഉയരവെയാണ് ഷിയാസിന്റെ ഈ പ്രതികരണം. അതിനിടെ മാപ്പുപറച്ചിലും മാധ്യമപ്രവർത്തകരെ അധിക്ഷേപവുമായി വിനായകൻ വീണ്ടും ഫേസ്ബുക്കിലെത്തി. ഒരു പൊതുശല്യമാണ് വിനായകൻ എന്ന് പറയുന്നത്. പൊതുശല്യമാണ്. ഒരു നാട്, കേരളം പോലുള്ള ഇത്ര സാംസ്കാരികമായ ഒരു മുന്നോക്കം നിൽക്കുന്ന ഒരു നാട്ടിൽ അദ്ദേഹം ഒരു കലാകാരനാണ്. എല്ലാ കലാകാരന്മാർക്കും ഒരു അപമാനമായി ഈ വൃത്തികെട്ടവൻ മാറുകയാണ്. ലഹരി ഉപയോഗിച്ച പച്ചത്തെറി പറയുന്ന വിനായകൻ പൊതുശല്യമാണെന്നാണ് കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ് ആരോപിച്ചത്. രാഷ്ട്രീയം നോക്കാതെ എല്ലാവർക്കുമെതിരെയാണ് വിനായകന്റെ അസഭ്യവർഷമെന്നും ഇതിൽ പ്രധാനമായും ചികിത്സയാണ് വേണ്ടതെന്നും ഷിയാസ് പറഞ്ഞു. വീട്ടുകാരെന്തായാലും ചികിത്സിക്കുന്നില്ല, സർക്കാർ ചികിത്സിക്കാൻ തയ്യാറാകണം. ഇത്തരത്തിൽ മാനസിക വിഭ്രാന്തി കാണിക്കുന്ന ഇടങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഏത് ചികിത്സയാണ് സർക്കാർ കൊടുക്കുന്നത്? ആ ചികിത്സ വിനായകന് കൊടുക്കണം. ഇതിനിടെ മാപ്പു ചോദിച്ചും മാധ്യമപ്രവർത്തകർക്കെതിരെ അധിക്ഷേപവുമായി വിനായകൻ വീണ്ടും ഫേസ്ബുക്കിലെത്തി. വിനായകൻ പുലഭ്യം പറഞ്ഞുവെന്ന വിമർശനത്തിലാണ് മാധ്യമപ്രവർത്തകയെ പേരെടുത്ത് അധിക്ഷേപിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റ്. പുലഭ്യം എന്ന വാക്കിന്റെ പ്രയോഗം ചോദ്യം ചെയ്തുള്ള അധിക്ഷേപത്തിന് മുന്നോടിയായുള്ള പോസ്റ്റിലാണ് വിനായകൻ മാപ്പ് ചോദിച്ചത്. ഇതിനിടെ യേശുദാസിനെതിരായ വിനായകന്റെ അധിക്ഷേപത്തെ വിമർശിച്ച ഗായകൻ ജി വേണുഗോപാൽ വിനായകൻ ലഹരിക്ക് അടിമയാണെന്ന് പറയാതെ പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റിട്ടു. യേശുദാസിനെതിരായ മോശം പരാമർശത്തിൽ വിനായകനെതിരെ നടപടി വേണമെന്ന് ഫെഫ്കയും ആവശ്യപ്പെട്ടു. മനോരമ ന്യൂസ്, കൊച്ചി. Whatever you do, whoever you are, take it online with a domain from Hostinger.